നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. എല്ലാവർക്കും 2025 പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരവസ്ഥയാണ്. കേൾക്കുമ്പം വിഷമം വരുമെങ്കിലും ഈ വീഡിയോ കാണുമ്പോഴുള്ള വിഷമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ജപവും ശ്രദ്ധാഭക്തി പുരസ്സരമുള്ള ജീവിതശൈലിയും കൊണ്ട് ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ, 7 ശനി എന്ന് പറഞ്ഞത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ജനുവരി 17 മുതൽ 7.5 വർഷത്തേക്കാണ്. അതിൽ മാർച്ച് മാസം കഴിയുമ്പോൾ നമ്മൾ ജനിച്ച രാശിക്കൂറിൽ ശനി വരും. 7 ശനിയുടെ ജന്മശനി. നമ്മളെ രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് 7 ശനി. അതേപോലെ നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരാൾ ചെങ്കോലും കിരീടവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറി ഒളിച്ച് ജീവിക്കും കണക്കുള്ള ഒരു അജ്ഞാതവാസം വരെ ഉള്ള സമയമാണ്. അപ്പോൾ 7 ശനി വന്നാൽ നാനാരോഗം. എത്ര ആരോഗ്യമുള്ള ഒരാളാണെങ്കിലും എന്നും ക്ഷീണം, തളർച്ച, അസുഖം ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് മരുന്നും മന്ത്രവും വേണം, ആശുപത്രിയിലും പോകണം, വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ചെയ്തു പോകണം. സുഖത്തിനും സാമ്പത്തികം എത്ര പൈസ വരുമാനം വന്നാൽ അതിൻ്റെ 4 ചെലവും കടവും കൂടെ ആകും. സാമ്പത്തിക നഷ്ടങ്ങളും വിശ്വാസവഞ്ചനയും ചതിയും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ നഷ്ടപ്പെടുന്ന സമയമൊക്കെയാണ്. സ്ഥാനമാനങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവസരങ്ങൾ, അംഗീകാരങ്ങൾ, സ്ഥാനം, മാനം ഇതൊക്കെ കിട്ടാൻ തടസ്സം വരും. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ശത്രുവാകുന്നത്. സ്വന്തം അമ്മ പോലും ശത്രുവാകുന്ന സമയമാണെന്നാണ് ജ്യോതിഷം. നമ്മുടെ അമ്മമാരെയൊന്നും വിരോധിക്കരുത്. അമ്മമാർ നമുക്കുള്ളതും കൂടെ അവർക്ക് വേണമെന്ന് പറയുന്ന സമയമാണ്. എല്ലാം കുടുംബക്കാർ പിടിച്ചു വാങ്ങിക്കുന്ന സമയമാണ്. നമ്മളെ ഓട്ടിച്ച് വനത്തി വിടുന്ന സമയമാണ്. സംശയിച്ചാന്ന് വെച്ചാൽ നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് ജീവിച്ചാലും അവിടെ നിന്ന് വിറ്റ് പറക്കുകയും വിട്ടുമാറിയും പോകണമെന്ന് തോന്നുന്നു. വിദേശത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവിടെ വല്ല പ്രോഫിറ്റ് ഗുണമൊന്നുമില്ല, സാലറി ഇല്ല, പ്രൊമോഷനൊന്നും കൊണ്ട് ആ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് രാജ്യത്ത് പോയാലും സമയദോഷം ഉള്ളത് കൊണ്ട് മെച്ചം നേട്ടം കിട്ടില്ല. അവിടെ ചെന്നാലും ഒരു മെച്ചമല്ല, ഇവിടെ ചെന്നാലും ഒരു മെച്ചമല്ല. പിന്നെ എന്ത് ചെയ്തിട്ട് മരിക്കാൻ പറ്റില്ല. ഉള്ള ജോലി കൊണ്ട് നമുക്ക് ജീവിതം നയിക്കാനുള്ള ഒരു പരിശ്രമമാണ് വേണ്ടത്. ഇപ്പോഴും നമുക്ക് കോടീശ്വരന്മാരും ലക്ഷപ്രഭുവൊന്നും ആവേണ്ടതായിട്ടില്ല. ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ ജീവിക്കണം. വലിയ കടമൊക്കെ ഉണ്ടെങ്കിൽ വസ്തുക്കളെത്തി വിറ്റ് കടം തീർത്താലും വേണ്ടില്ല. കാരണം ശനി 7 ശനി തീരണമെങ്കിൽ ഇനി ഏകദേശം 5.5 കൊല്ലം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീരുന്നത് വരെ നമുക്ക് കടം തീർക്കണമെന്ന് കൊണ്ട് പലിശമായിട്ട് മുതലും അടയ്ക്കാൻ പറ്റുന്നില്ല, പലിശ അടയ്ക്കാൻ പറ്റാതായിപ്പോയാൽ നമ്മൾ കുരുങ്ങിപ്പോകും. അതുകൊണ്ട് വിറ്റെങ്കിലും കടമൊക്കെ തീർക്കണം. വാഹന അപകടങ്ങൾ, കള്ളക്കേസുകൾ, അപവാദങ്ങൾ, നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന വിസകൾ, അതേപോലെ ലൈസൻസുകൾ, ഇതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സമയം. ചെയ്യാത്ത കുറ്റത്തിന് നമുക്ക് പേരുദോഷവും അപഖ്യാതികളും പോലീസ് കേസുകളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ജയിലിൽ പോലും കിടക്കേണ്ടി വരുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകളെല്ലാം സൂക്ഷിക്കണം. ബാങ്കിങ് ഇടപാട് സൂക്ഷിക്കണം. ബാങ്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം. അതേപോലെ എല്ലാ സാമ്പത്തിക കുരുക്കുകളും നമ്മളെ മണ്ടയിൽ വരുന്ന സമയം. ബാങ്ക് തന്നെ നിന്ന് പോകുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകൾ പരാജയപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് പല തരത്തിലും ആൾക്കാർ നമ്മളെ ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയം. കുടുംബ ബന്ധങ്ങൾ പോലും വിരോധം പോലെ വരുന്ന സമയമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് നല്ല സമയമാണെങ്കിൽ ഭർത്താവിന് കുഴപ്പമുണ്ടെങ്കിലും ബാധിക്കില്ല. ഭർത്താവിന് നല്ല സമയമാണെങ്കിൽ ഭാര്യയ്ക്ക് കുഴപ്പം ബാധിക്കില്ല. എങ്കിലും നമ്മൾ കാര്യം പറയണം, കളരിക്ക് പുറത്തെന്ന് പറയുന്നത് പോലെ ചെറിയ കാര്യത്തിനും വലിയ വഴക്കും വിരോധവും ശത്രുതയും ഉണ്ടായിത്തീരും. അതുകൊണ്ട് സ്നേഹമാണ് ഏറ്റവും വലിയ മരുന്ന്. എല്ലാവരോടും സ്നേഹിച്ച് പോകണം. വലിയ വിഷമതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. കാരണം മെയ് വരെ വേഴഗ്രഹം 3-ലാണ്. വേഴം 3 നിൽക്കുമ്പോൾ സഹോദരങ്ങളുമായിട്ട് കലഹം, സാമ്പത്തിക കലഹം, ഭാഗ്യത്തിന് തടസ്സം,
നിങ്ങളൊരു ഓട്ടിനും ഒരു മാർക്കിനും ഒക്കെ തോറ്റുപോയതുപോലെ തോന്നും. റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടില്ല. അര മാർക്കിന് ഒരു മാർക്കിനൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്ലാസ് റാങ്ക് ഡിസ്റ്റിങ്ഷൻ സെലക്ഷൻ കിട്ടാതെ പോകുന്നത്. ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ടെസ്റ്റിന്, റിക്രൂട്ട്മെൻറ്റിനൊക്കെ പോയാൽ പെട്ടെന്ന് നമുക്ക് അവസരം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമുക്ക് മരിക്കണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ചാവാനൊന്നും പോകണ്ട. മെയ് മാസം കഴിയുമ്പോൾ വേഴം 4-ലും 5-ലും ഒക്കെ വരും. ആ സമയം വളരെ നല്ലതാണ്. വേഴം 4-ൽ വരുമ്പോൾ ക്ഷേത്രം ഗോൾ ശയനാസനാണ് സുഖം, വിദ്യശാന്തി ലാഭവും. വീട് വയ്ക്കാം, വസ്തു വാങ്ങിക്കാം, വണ്ടി വാങ്ങിക്കാം, കൃഷി ഗുണം, നാൽക്കാലി ഗുണം, വ്യാപാര ഗുണം, പ്രവൃത്തി ഗുണങ്ങളൊക്കെ ഉണ്ട്. ഏത് പ്രവൃത്തി ചെയ്യണമെന്ന് കുറേശ്ശെ നേട്ടങ്ങൾ കിട്ടിത്തുടങ്ങും. അപ്പോഴും നമുക്ക് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. അത് കഴിയുമ്പോൾ 5-ലേക്ക് വരും. 5 വരുമ്പോഴും പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധയച്ച മന സന്തുഷ്ടിച്ച ഉന്നോദയ. അപ്പോൾ സന്താനലാഭം, പുരോഗതി ഇതൊക്കെ കിട്ടും. വേഴം 3-ന് മാറി 4 നിൽക്കുന്ന കാലഘട്ടമാണ് നമുക്ക് കുറച്ചും കൂടെ ആശ്വാസം കിട്ടും. വേഴം 4 വരുമ്പോൾ ഗുരുശുക്രൈ കേന്ദ്രകൈ വാ സുഖിതാഹ സത്രാതിരോ വലിയ രോഗങ്ങളൊക്കെ മാറും, അസ്വസ്ഥത മാറും, ശത്രുവും മാറും. വേഴം 4 നമുക്ക് സമാധാനം, ഈശ്വരാനുകൂല്യം കൂടും, അമ്പലമൊക്കെ വയ്ക്കാനുള്ള യോഗം, വീട് വയ്ക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എഴുതി വിറ്റ് നിങ്ങൾ ഒരു വീട് വച്ചാൽ അത് കടമൊന്നും കൊണ്ട് വിറ്റ് കളയുന്നു. അപ്പോൾ ആ കൈ തങ്ങുന്ന തരത്തിൽ പറ്റുന്ന തരത്തിലുള്ള വീടും വാഹനമൊക്കെ വാങ്ങിക്കാനും ഉപയോഗിക്കാനും പാടുള്ളൂ. കാരണം നമ്മളെല്ലാ ആഗ്രഹം ഒരിക്കലും തീരാത്ത മനുഷ്യരാണ്. അപ്പം നല്ലത് നേടാൻ ശ്രമിക്കുന്നത് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചില സമയങ്ങളിൽ നേട്ടത്തിന് പകരം കോട്ടം വന്ന് അടിതെറ്റിയാൽ ആനയും വീഴുന്നത് പോലെ നമ്മളും വീണു പോകും. അപ്പോഴാണ് പ്രശ്നം കൂടുതൽ രൂക്ഷകരമായിട്ട് വരുന്നത്. അതുകൊണ്ട് മരുന്ന് വേണം, മന്ത്രം വേണം. വേഗം പ്രസാദിക്കാൻ വിഷ്ണുപൂജ, ഭാഗ്യസൂക്തം, ഐക്യമത്യ സൂക്തം, നവഗ്രഹ പൂജ. ഏഴേണ്ട ശനിക്ക് നമുക്ക് ശാസ്താവിനെ പോയി പഠിച്ചാൽ കൊള്ളാം. ശബരിമല തന്നെ പോയാൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ശാസ്താവിനെയൊക്കെ ഭജിക്കണം, കാലഭൈരവനെ ഭജിക്കണം. തടസ്സം മാറാനും ഐശ്വര്യ പ്രവൃത്തിക്കും വേണ്ടി ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഹോമം, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്താൽ നല്ലതാണ്. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ജാതകത്തിൽ ദോഷഘട്ടമാണെങ്കിൽ അത് നമുക്ക് ദോഷങ്ങളായിട്ട് വർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ജാതകത്തിൻ്റെ ദോഷങ്ങൾ ജീവിതത്തിൽ ബാധിക്കും. ഇത് ചാരഫലം എന്ന് പറയും. ഓരോ ഗ്രഹങ്ങളും നമ്മൾ ജനിച്ച കൂറിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തിരിഞ്ഞ് കറങ്ങി വരുമ്പോൾ ഉള്ള ഗ്രഹപ്പിഴകളാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമുക്ക് ദേവന്മാരെ പഠിച്ച്, കുടുംബദേവന്മാരെ പഠിച്ച് സമയം കിട്ടുന്നത് പോലെ നമ്മളും സ്വയം ജപവും കാര്യങ്ങളൊക്കെ നടത്തി പ്രവർത്തിച്ച വിഷമതകൾ മാറും. ദീർഘസുമംഗലി പൂജ, സന്താന പൂജ, ദീർഘമാംഗല്യ പൂജ, നവഗ്രഹ പൂജ ഇതൊക്കെ ഒന്ന് ചെയ്താൽ വളരെ നല്ലതാണ്. കാരണം കുടുംബ ബന്ധങ്ങൾക്കുള്ള വിഷമതകൾ മാറിക്കിട്ടാൻ അത് നമുക്ക് ഉപകരിക്കും. അതേപോലെ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയൊക്കെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങളും പ്രവർത്തിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഒരു കർമ്മിയെ കൊണ്ട്, ഒരു പൂജാരിയെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നമുക്ക് ഈ പറയുന്ന പരിഹാരം ഗണപതി പൂജയും ഭഗവതി പൂജയും മൃത്യുഞ്ജയവും ഭാഗ്യസൂക്തവും ഐക്യമത്യ സൂക്തവും ശത്രുസംഹാര പൂജയൊക്കെ വിശ്വാസമാണെങ്കിൽ ചെയ്താൽ കൊള്ളാം. മറ്റു മതക്കാരാണെങ്കിൽ അമ്പലത്തിലും പള്ളിയിലും ദൈവങ്ങളെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളും. അപ്പോൾ വിഷമതകളും മാറും. ഏഴണ്ട ശനിയുടെ ജന്മശനി എന്ന് പറയുന്നത് ഭയങ്കര കുരുക്കാണ്. അതുകൊണ്ട് നമ്മൾ അപകടം പതിയിരിക്കുന്ന എല്ലാ പണികളും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. കഴിയുന്നതും അങ്ങോട്ട് പോയി ഒരു വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കാതെ ശ്രമിക്കണം. എല്ലാ സാമ്പത്തിക കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റൊക്കെ നമുക്ക് പൊട്ടി പരാജയങ്ങളും ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിച്ച നേട്ടങ്ങളും കിട്ടുന്ന സമയകാലത്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സാണെങ്കിൽ പെട്ടെന്ന് ബിസിനസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കുറേശ്ശെ കാര്യങ്ങളെ കൊണ്ട് വലിയ ലാഭങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ നമുക്കുള്ളത് നല്ലതായിട്ടുണ്ട്. അതേസമയം വളരെ രീതിയിൽ ഒരു വിപുലമായ ഒരു സംരംഭം തുടങ്ങി
ഒരു മെച്ചം കിട്ടണില്ലെന്നും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കുന്നതായിരുന്നു നമ്മുടെ ഏറ്റവും നല്ല വിജയം. അപ്പോൾ ദോഷങ്ങൾ മാറുന്നതിന് പരിഹാരവും പ്രാർത്ഥനയും ചെയ്യണം. വാഹനം ഓട്ടിക്കണം, സൂക്ഷിക്കണം. സർക്കാരിൽ നിന്നും കിട്ടേണ്ടുന്ന വിസകളും ലൈസൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ തടസ്സമുള്ളതിന് പരിഹാരം ചെയ്യണം. ഉള്ള പരിപാടികളിൽ സ്നേഹ ബഹുമാനത്തോടുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. ജോത്സ്യനായിരുന്നാലും ഡോക്ടറായിരുന്നാലും വക്കീലായിരുന്നാലും നമുക്ക് ഈ ഗ്രഹപ്പിഴ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ബാധിക്കും. അത് ബാധിക്കുമ്പോഴാണ് വിഷമതകൾ നമ്മളെ കൂടെ അലട്ടുന്നത്. പരിഹാരവും മരുന്നും മന്ത്രവും കൊണ്ട് മാത്രമേ ഈ വിഷമതകൾ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.